ഹൃദ്യമായ സാഹോദര്യ അഭിവാദ്യങ്ങൾ നേരുകയാണ്. വംശീയ ജനാധിപത്യത്തിനെതിരെ സാമൂഹിക നീതിയുടെ കാവലാളാവുക എന്ന തലക്കെട്ടിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അംബേദ്കർ ജയന്തി സാഹോദര്യ സംഗമത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാനത്ത് ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഭീംറാവു അംബേദ്കറിൻ്റെ ജയന്തിയുമായി ബന്ധപ്പെട്ട് അനുസ്മരണ സംഗമങ്ങളും ഇത്തരത്തിലുള്ള സാഹോദര്യ സംഗമങ്ങളും ഡോക്യുമെൻ്ററി പ്രദർശനങ്ങളും അത് ജില്ലാ തലങ്ങളിലും മണ്ഡലം തലങ്ങളിലും ക്യാമ്പസ് തലങ്ങളിലും വലിയ അർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കർ ജയന്തി അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഞാൻ മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും അതിൻ്റെ ഒരു ഐക്കണായിട്ടാണ് അംബേദ്കറിനെ നമ്മൾ അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, ഡോക്ടർ ഭീംറാവു അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയവും സമകാലിക ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യവും എല്ലാം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുന്നേയുള്ള ഇന്ത്യയിലും അനുഭവിച്ചിട്ടുള്ള ജാതീയപരമായിട്ടുള്ള വിവേചനവും മതപരമായിട്ടുള്ള വിവേചനങ്ങളും ജാതീയപരമായിട്ടുള്ള വിവേചനങ്ങളിൽ സാമൂഹിക നീതിക്ക് വേണ്ടി ശബ്ദിക്കുകയും സാമൂഹികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഇവിടുത്തെ ദളിത് ആദിവാസി സമൂഹങ്ങൾക്ക് വേണ്ടി വലിയ അർത്ഥത്തിൽ ശബ്ദിക്കുകയും അവർക്ക് വേണ്ട അവകാശങ്ങൾ ഇവിടുത്തെ ഭരണഘടനയിൽ ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു മഹാത്മാവാണ് ഡോക്ടർ BR അംബേദ്കർ. തീർച്ചയായിട്ടും രാഷ്ട്രീയ നിർമ്മിതിയിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ജീവിത ഉടനീളം പ്രവർത്തിച്ചിട്ടുള്ളത്. ജനനം മുതൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള വലിയ അർത്ഥത്തിലുള്ള ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന ജാതിപരമായിട്ടുള്ള വിവേചനവും മതപരമായിട്ടുള്ള വിവേചനവും വർണ്ണപരമായിട്ടുള്ള വിവേചനങ്ങളും ഇതിനെതിരെ കൃത്യമായി പ്രതിരോധിച്ച, ശബ്ദിച്ച, എഴുന്നേറ്റ് നിന്ന, പോരാട്ടങ്ങൾ നയിച്ച ദളിത് സമൂഹത്തെയും ആദിവാസി സമൂഹത്തെയെല്ലാം ഉയർത്തിയ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ കൂട്ടായ്മയെ രൂപപ്പെടുത്തിയ വലിയൊരു മുന്നേറ്റങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് BR അംബേദ്കർ എന്ന് പറയുന്നത്. സവർണ താൽപര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ മിക്ക വ്യക്തികളും സവർണ താൽപര്യത്തിൽ മുന്നോട്ട് പോയപ്പോൾ കൃത്യമായി തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അവരുടെ സാമൂഹ്യ നീതിപരമായിട്ടുള്ള അവകാശങ്ങൾ
സാമൂഹിക ജനാധിപത്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവർക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പങ്കുണ്ട് എന്നുള്ളതും അവരുടെ സംവരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും നമ്മുടെ മഹത്തായ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ ഇത്തരം സാമൂഹികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം എടുത്ത മുന്നേറ്റങ്ങളും അദ്ദേഹം എടുത്ത പ്രയത്നങ്ങളും നമുക്ക് അനുസ്മരിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സമാനമായിക്കൊണ്ട് ഇവിടുത്തെ സംഘ് പരിവാറിൻ്റെ നരേന്ദ്രമോദിയുടെ സർക്കാർ ഇവിടെ രാജ്യത്തെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ജനങ്ങളെ വേർതിരിക്കുന്ന രൂപത്തിൽ ഇവിടുത്തെ സാമൂഹ്യപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പ്രബല ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളുടെയും ദളിത് സമൂഹത്തിൻ്റെയും ആദിവാസികളുടെയും അവർക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളെല്ലാം അട്ടിമറിക്കുന്ന രൂപത്തിൽ, അതിൽ കള്ളം ചേർക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കലുഷിത സാഹചര്യത്തിൽ, അതുപോലെ തന്നെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിളമ്പുന്ന ഇവിടുത്തെ സംഘ് പരിവാർ ഗവൺമെന്റിനെതിരെ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ സാമൂഹിക നീതിയിൽ അടിസ്ഥാനമായും സാമൂഹിക ജനാധിപത്യത്തിൽ അടിസ്ഥാനമായും സാമൂഹികപരമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഇവിടെ ശബ്ദിച്ച വ്യക്തികളിൽ ഒരാളായിട്ടുള്ള BR അംബേദ്കറിനെയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും എല്ലാം അനുസ്മരിക്കുകയും ഈ കാലഘട്ടത്തിൽ ഇത്രയും പ്രസക്തമായിട്ടുള്ള ഈ രാഷ്ട്രീയം ഇവിടെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ രാഷ്ട്രീയ നിർമ്മിതിയിൽ സാമൂഹ്യപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി ഇവിടെ പോരാട്ടങ്ങൾ നയിച്ച നമുക്കറിയാം അയ്യങ്കാളിയെയും അതുപോലെ തന്നെ വാര്യംകുന്നത്തെ കുഞ്ഞു മുഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാറിനെയും ശ്രീനാരായണ ഗുരുവിനെയും പോലെയുള്ള മഹാത്മാക്കളുടെ ഇത്തരത്തിൽ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളും അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയങ്ങളും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇത്തരത്തിലുള്ള മഹാത്മാക്കളുടെ അനുസ്മരണങ്ങളും അവരുടെ രാഷ്ട്രീയവും ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും അതിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്നും ഉറക്കെ ഞങ്ങൾ ഈ ഒരു പരിപാടിയിലൂടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതൽ എൻ്റെ സംസാരം നീട്ടുന്നില്ല. ഈ അംബേദ്കർ ജയന്തി സാഹോദര്യ സംഗമത്തിൽ ഔപചാരികമായി സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ച കർത്തവ്യം. ഈ സാഹോദര്യ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട VTS ഉമർ തങ്ങളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം കർത്തവ്യം നിർവഹിക്കുന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള ഷമീമ സക്കീറാണ്. അദ്ദേഹത്തെയും അവരുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നത് എഡിറ്റർ ദി റൂട്ട്സ് മീഡിയ, അതുപോലെ തന്നെ അംബേദ്കറിസ്റ്റും സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള പ്രിയപ്പെട്ട ബഹുമാന്യനായ K. സന്തോഷ് കുമാർ സാറാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി മംഗലം, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി തവനൂർ മണ്ഡലം പ്രസിഡന്റ് ഷാജാൻ നല്ലാപ്പാട്ട്, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് കമറുദ്ദീൻ എടപ്പാൾ, അതുപോലെ SDC
അംഗമായിട്ടുള്ള ഫ്രട്ടേണിറ്റിയുടെ STC അംഗമായിട്ടുള്ള ഹിലാൽ നൌഷാദ്, പൊന്നാനി ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പൊന്നാനി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉദാ UM, അതുപോലെ ഈ പരിപാടിയുടെ കൺവീനറായിട്ടുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷിബിലി മസർ, ഇവരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, പ്രിയ നാട്ടുകാർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത ഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങളെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഫ്രട്ടേണിറ്റി.